ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ ഇന്ന് നല്ല രസമുണ്ടായിട്ട് ഇവിടെ കുഞ്ഞാണിയൊക്കെ കുരുമുളക് പറിക്കുന്നു കേട്ടോ. കുരുമുളക് പറിക്കണീൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പറിച്ചോക്കട്ടെ ഇറങ്ങാണ്ട് ഞാൻ താഴത്ത് പെരൻ്റെ മുകളിലാണേ. കുറേ കുരുമുളക് കിട്ടി. ഇതിൻ്റെ മുന്നേ കുറച്ച് പറിച്ചിരുന്നു കേട്ടോ, നമ്മൾ ഉണക്കിയിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടീനി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല വലിയ വലിയ കുരുമുളക് മണികളാണ്. അപ്പോൾ നമ്മളിതിന് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം വെള്ളം ഒഴിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗം സൈഡിൽ 8 സെൻറ്റ് സ്ഥലമാണ് നമുക്ക്. അതിൻ്റെ ചുറ്റുഭാഗം ഒരു 27 കഴുങ്ങുണ്ട് കേട്ടോ. അതിൽ കുറച്ച് കഴുകുമ്പോൾ അങ്ങനെ മുളകും വള്ളി പടർത്തിക്കണ്. പിന്നെ നമുക്ക് കുറ്റിക്കുരുമുളകും ഉണ്ട് കേട്ടോ. ഒക്കെ പാടെ ഒരു നല്ല കുറച്ച് നമുക്ക് ഉപയോഗിക്കാനോ അതിലപ്പുറത്തുനിന്ന് അറിയും പോലെ കുറേ കുരുമുളക് പ്രാവശ്യം ഉണ്ടായിട്ടോ. അപ്പോൾ മക്കളെ, ഞാൻ കോണി വെച്ച് കയറിയതാണ്. എൻ്റെ കയ്യും കാലും ഒടിഞ്ഞില്ല. ആ കോണി ഞാൻ അതാ കിടക്കണമെങ്കിലും. പിന്നെ കുഞ്ഞാണിയാക്ക, ഞാൻ പറഞ്ഞു കുഞ്ഞാണിയാക്കാനോട് നിങ്ങൾ വീഡിയോ എടുക്കി, ഞാൻ കോണിമ നിന്ന് പറിച്ചെന്ന് പറഞ്ഞങ്ങാണ്ട് കുഞ്ഞാണിയാക്ക വീഡിയോ എടുക്കുന്നു. ഞാൻ വീടിനോടുകൂടി ഫോണും ഒക്കെ ഇട്ടുങ്ങാണ്ട് കുഞ്ഞാണിയാക്ക എൻ്റെ അടുത്തേക്ക് വന്നു. ഭാഗ്യത്തിന് നിങ്ങളോട് പറഞ്ഞു ഒന്നും പറ്റിയില്ല കേട്ടോ. പടച്ചോൻ ഇന്നങ്ങോട്ട് കാത്തുക്കാണ്. 2 കൈ നീട്ടി ഇന്നങ്ങോട്ട് കോരി എടുക്കണ മാതിരി വീഴൽ ആ ചപ്പക്കായിപ്പോയി. വെല്ലം അങ്ങോട്ട് വീണ് ഒന്നും പറ്റിയില്ല. എന്നാലും ഒരു മുള്ളും കുത്തിയൊരു പോറലൊന്നും ഉണ്ടായില്ല. പടച്ച റബ്ബിനെ കാത്തുട്ടോ. അപ്പോൾ ഇതാ കുരുമുളക്, ഇന്നിപ്പോൾ കുരുമുളക് ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടീനി കേട്ടോ. കുരുമുളക് എന്നിട്ട് കഴുകിങ്ങാണ്ട് ഉണക്കുകയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഇത് 2-3 ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ കുരുമുളക് കഴുകി ഉണക്കിയിട്ട് ഞാൻ എന്താ പറയുക, ബക്കറ്റിൻ്റെ മുകളിൽ ഒരു തോർത്ത് കെട്ടിയിട്ട് അയക്കാണ്ട് വെള്ളം വരാൻ വെച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിട്ട് എല്ലാവരും. പിന്നെ വലിയ അരിപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് വെള്ളം വാർന്നിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. പിന്നെ ചോറോ കൂട്ടാനോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ ചായ കുടിച്ചേക്ക് തന്നെ തുടങ്ങിയ കേട്ടോ. അപ്പോൾ ഇനി ചായ ചോറൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ നോമ്പ് വന്നൂലേ, റമദാൻ മാസം വന്നു. അപ്പോൾ ഇത് വെയിലത്തിട്ടിട്ട് വേണം നമുക്ക് ഇനി അടുക്കളയിലത്തെ ജഗപ്പൊക്കെ തുടങ്ങാൻ. ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പേടി എന്താണെന്നറിയോ, റബ്ബേ പിന്നെ എന്തപ്പോൾ അതിമൊന്ന് വീണ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പോലെ എന്തേ കാലം അവസ്ഥ പഠിച്ചോ നമ്മളെ കാത്ത് ഇങ്ങനെ അതിങ്ങനെ വിചാരിച്ച് പഠിച്ചവനോട് ദുആ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മീൻകറി ഉണ്ട്, മീൻകറി ഉണ്ടാക്കണം. പിന്നെ എല്ലാവരും നോമ്പുമണിയും എല്ലാം കഴിഞ്ഞോ? നമ്മളെ നോമ്പുമണി ഒക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വലിയ അധികമൊന്നും തന്നെ പറയാം, എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പിന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ സൈഡിലുണ്ടല്ലോ അടുപ്പില്ല, അവിടെ കുറച്ച് കരിയും ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്. അത് തട്ടി ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കള പണി കഴിഞ്ഞിട്ട് അതൊന്ന് തട്ടി കൊട്ടി ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ മീൻ്റെ തലയും വാലൊക്കെ ഉണ്ടായിന് ഇവിടെ കുറച്ച്, അതിട്ട് കണ്ടൊരു ചാറുണ്ടാക്കുക എന്ന് കരുതിങ്ങാണ്ടാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ കിഴങ്ങുണ്ട് പൊരിക്കാൻ, അതുപോലെ ഉണക്കല്. ഞാൻ എന്താ പറയുക, കൂട്ടായി കടവക്ക് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിന്. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോയിന് കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നിങ്ങളൊരു ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടതേന്. അപ്പോൾ ഞാൻ ഓളെ വീട്ടിലേക്ക് പോയിന്. അപ്പോൾ ഓൾ എന്ത് ചെയ്തെന്ന് അറിയാം, നല്ല ഇതിൽ കുറച്ച് കഷ്ണം മീൻ നല്ല തൂക്കി പൊരിക്കുക ചെയ്യുക. കുഞ്ഞാണിയാക്കാക്ക് പൊരിച്ച മീൻ കറി വെക്കുമ്പോൾ പൊരിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയാം. അപ്പോൾ ഞാൻ കുഞ്ഞാണിയാക്കാക്ക് പൊരിക്കുകയാണ് കേട്ടത്. അപ്പോൾ ഉണക്ക അയില നല്ല ടേസ്റ്റ് കേട്ടോ. സൗദയായിട്ട് എനിക്ക് തന്നത്. സൗദാക്ക് ഇനിയും കുറേ മീനുകളൊക്കെ കിട്ടട്ടെ. ഓളെ ഹസ്ബൻഡ് കടലിൽ പോയി പിടിക്കും, അങ്ങനെയാണ് ഓൾക്ക് കുറേ മീൻ കിട്ടുക. അപ്പോൾ അതിലുള്ള മീനാണിത്. നല്ല വീട്ടിൽ തന്നെ ഓരോ ഉണക്കിയതാണ്. പാകത്തെ ഉപ്പാണ്, നല്ല കറുമുറ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ഉണക്ക മീനൊന്നും വെറുതെ കഴിക്കാൻ തോന്നൂലല്ലോ, പക്ഷേ ഈ മീൻ വെറുതെ കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റുള്ള മീനാട്ടോ. അപ്പോൾ ഇത് പൊരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ കുറേ ആയി കൂട്ടായി കടവിൽ. ആദ്യം ഒരു വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീറ്റപ്പിന് പോയപ്പോൾ വർക്കിന് പോയപ്പോൾ ഓള് മീൻ തന്നീനി, മീറ്റപ്പിന് പോയപ്പോഴും ഓള് മീൻ തന്നിക്കണ്. അപ്പോൾ അതിങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ ഞാൻ. അപ്പോൾ കുഞ്ഞാണിയാക്കാക്ക് ഈ മീൻ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും, കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മീനല്ലേ. പിന്നെ ഇപ്പം എന്താ, ഇനിയിപ്പോൾ എല്ലാവർക്കും അരി പൊടിച്ചതും സാധനങ്ങളൊക്കെ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നോമ്പൊക്കെ ആയി, ഞാൻ ചെറിയ കുക്കിംഗ് വീഡിയോസേ ഇടുള്ളൂ കേട്ടോ. കാരണം വീഡിയോ ഇടണ്ട്, ഞാൻ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കിഴങ്ങുണ്ടായിനി, അപ്പോൾ അത് പൊരിക്കാൻ വിചാരിച്ചങ്ങാണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്. പിന്നെ മുഴുവനൊക്കെ കിഴങ്ങ് പൊരിച്ചത് എലിക്കുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കിഴങ്ങ് ഞാൻ ഇങ്ങനെ ഈ വലിയ ചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ പൊരിക്കുക. അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ റമദാൻ മാസം ഒരു മാസം ഞാൻ അടുപ്പിൽ തീ കൂട്ടൂല, ഉറപ്പിച്ചിട്ട് ഞാൻ ഈ ഗ്യാസുമ്പോൾ തന്നെ ഉണ്ടാക്കുക. കാരണം നോമ്പ് നോക്കി ചൂടത്ത് നിന്ന് ഉരുകാൻ കഴിയൂല എനിക്ക്. പിന്നെ പത്തിരിയൊക്കെ ഗ്യാസുമ്പോൾ ചൂട് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ
പത്തിരിച്ചട്ടി ഉണ്ട്, അടുപ്പത്ത് വെച്ച് ചൂടൊക്കെ ചെയ്യാം. നോമ്പായ സ്ഥിതിക്ക് നമുക്കതൊന്നും പറ്റൂല. പിന്നെ ഞാൻ കുറച്ച് ചക്കയൊക്കെ കാര്യങ്ങൾ പിന്നെ ഉണക്കാട്ടീനിട്ടോ. അപ്പോൾ ഒരു കൂട്ടർ ചക്ക കൊണ്ടാട്ടം ഉണ്ടോ പറഞ്ഞപ്പോൾ പൈസക്ക് ഞങ്ങളിങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ ഉണക്കിയത്. അപ്പോൾ അവർ ഏൽപ്പിച്ചപ്പോൾ അവർക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്കുകയാണ്. അപ്പോൾ അത് വാരിയേക്കാൻ പോയി അതിലിടക്ക്. അപ്പോഴത്തേനും നേരം 12 മണിയൊക്കെ. അപ്പോൾ ഇത് ചൂടായിട്ടാണ്, അപ്പോൾ ടിന്നിലാക്കണം, അപ്പോൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്സൊക്കെ ഞാൻ ഇട്ടീനിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അന്ന് ഇത് വീഡിയോ എടുത്തപ്പോഴേ 2 ദിവസം മുന്നേ വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടീനി ഞാൻ. അപ്പോൾ ഷോർട്സ് ഇട്ടീനിട്ട് 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതാ ഉണക്കി കിലുകിലേനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവർ ചോദിച്ചത് നമ്മൾ ഏൽപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നമുക്ക് ഇനി നോമ്പിന് നമുക്ക് ചക്ക കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഇത് പഴുത്ത ചക്കയാണ് കേട്ടോ. നോമ്പിന് നമുക്ക് ചക്ക കിട്ടുമ്പോൾ എന്ത് ചെയ്യും എന്നറിയോ, നമ്മൾ പിന്നെ നോമ്പിന് അത് ഉണക്കി വെക്കും കേട്ടോ. പച്ചച്ചക്കയായാലും ഇനിയിപ്പോൾ നോമ്പിന് ആർക്കും വേണ്ടി വരില്ലല്ലോ ചക്ക. ഇത് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ചക്ക ആവശ്യമാണ്. ഇത് പിന്നെ അവർ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ പോലും കഴിക്കാതെ എന്താ പറയുക ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഗൾഫിക്ക് കൊണ്ടുപോകാനാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ടിന്നിക്കാക്കിയൊക്കെയാണ്. പിന്നെ അന്ന് തന്നെയാണ് ഞാൻ കൊണ്ടാട്ടമുളകും വാരി വെക്കണത്. കൊണ്ടാട്ടമുളക് പിന്നെ ആർക്കും കൊടുക്കാനല്ല കേട്ടോ, ഏൽപ്പിച്ചതും അല്ല, അത് നമുക്ക് ഉപയോഗിക്കാനാണ്. ഈ മുളക് ഇതിലിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എന്താണെന്നറിയാം, നമുക്ക് പൊരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചോർക്ക് കൂട്ടാനൊക്കെ പൊരിച്ച് തിന്നുമ്പോൾ ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇരുമ്പുള്ളിയും തന്നെ ഞാൻ ഉപ്പ് കുഴച്ച് ഉണക്കി കിലുകിലേനാക്കിയിട്ടുണ്ട്. അച്ചാറിടുക, മീൻചാറ് വെക്കുമ്പോൾ അതിലിടുക, പുളിക്ക് പകരം വാളംപുളിക്ക് പകരം കൊടുമ്പുളിക്ക് പകരമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പച്ച ഊർക്കാപ്പുളി ഇടുന്ന മാതിരിയല്ല, അങ്ങനെ ഉണങ്ങിയത് ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ട്. ഇപ്പോൾ വേനലല്ലേ, എന്നിട്ട് പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ചോറൊക്കാൻ വന്നത് കേട്ടോ. ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാണിയാക്കാക്ക് വിശക്കണുണ്ട് പറഞ്ഞിട്ട് നേരം 2 മണി ആകാനായിക്കണ്. ഇനിയിപ്പോൾ ഇത് വേകാൻ 1 മണിക്കൂറാവട്ടോ. അല്ല കേട്ടോ, 1 മണി ആകാനായിട്ടുള്ളൂ. 2 മണിയാകുമ്പോൾ തന്നെ ചോറാകുള്ളൂ. കാരണം 1 മണിക്കൂർ വേകേണ്ട അരിയാണ് കേട്ടോ വീട്ടുകാർ. പിന്നെ ഇപ്പോൾ എന്തൊക്കെ ഉണ്ട് വർത്താനം, നോമ്പും പണിയൊക്കെ എല്ലായിടത്തും കഴിഞ്ഞോ? എനിക്ക് ഇനിയിപ്പോൾ ഈ സൈഡിലുള്ള അടുക്കളൻ്റെ ഈ സൈഡ് ഭാഗം ഒന്ന് തട്ടാനും കൊട്ടാനും മോറാനുള്ളൂ, അല്ലാത്ത എല്ലാ പണിയും കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ റമദാൻ മാസത്തിന് വരെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ദിവസങ്ങളേ ഉള്ളൂ, കുറേ ദിവസം എന്നൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ അരി അടുപ്പത്തിട്ട് അരി വെന്ത് അപ്പോൾ തന്നെ നമ്മളെ മീനിലൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് കുഞ്ഞാണിയൊക്കെ ചോറ് പറയാൻ കേട്ടോ. വിശക്കണുണ്ടാവും. പിന്നെ കുഞ്ഞാണിയൊക്കെ ഒന്ന് വെട്ടില്ലേനി. അപ്പോൾ വെട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുരുമുളകിൻ്റെയും അതും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ വെയിലത്ത് ഉണങ്ങുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇത്രയ്ക്കുള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്നൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് കേട്ടോ. കാര്യമായിട്ട് ഒന്നുമില്ല, ഇത്രയും വിശേഷങ്ങൾ തന്നെ എന്നുള്ളൂ. അപ്പോൾ അതാ ചോറ് വെന്തിക്കണ്, കഞ്ഞിക്കര മോറായിട്ട് നേരെ വൈകിക്കണം കേട്ടോ. ഇന്നലെ കഞ്ഞി വെച്ച് വെച്ചങ്ങാണ്ട് ചോറ് വെച്ചങ്ങാണ്ട് ഉള്ളു മോറി വെച്ചതാണ്, പുറം കഴുകിയിട്ടില്ല. അപ്പം ഇന്ന് ചോറ് വെച്ചിട്ട് ഇനി പുറം നല്ലോണം കഴുകണം വിചാരിച്ച് കമ്പിച്ചണ്ടിട്ടുങ്ങാണ്ട്. അപ്പോൾ നല്ലോണം നിറം വെക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ. പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ പുണ്യ റമദാൻ മാസത്തിൽ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം കേട്ടോ. നമ്മുടെ വീട് പണിയൊക്കെ പെട്ടെന്ന് തീരാനും അടുത്ത റമദാനിനെങ്കിലും അതിലൊന്ന് കയറിക്കൂടാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതിൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.